തട്ടേക്കാടിന്റെ വിരമാറിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ തീരത്ത് ജീവിതത്തോട് പൊരുതുന്ന കീരമ്പാറ സ്വദേശി തോമസ് മാത്യുവിന്റെ ജീവിതം തന്നെ പ്രചോദനമാണ്. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴെ തളർന്നുപോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരപിടിപ്പിക്കുകയാണ് ചെറുപ്പക്കാരൻ. തന്റെ മുച്ചക്ര വാഹനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തട്ടേക്കാട് പെരിയാർ നദീതീരത്തേക്ക് എത്തുന്ന തോമസ് ചില ദിവസങ്ങളിൽ വള്ളം നിറയെ മീനുകളുമായാണ് മടങ്ങുക. ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. തട്ടേക്കാട് പാലത്തിന് താഴ്വശത്താണ് പ്രധാനമായും മീൻപിടുത്തം. മുച്ചക്ര വാഹനത്തിലെത്തുന്ന തോമസ് കൈകളുടെ കരുത്തിൽ നിരങ്ങി നീങ്ങി വള്ളത്തിലേക്ക് കയറും. വള്ളം തുഴഞ്ഞ് പെരിയാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉടക്കുവല സ്ഥാപിക്കും. ചില സമയങ്ങളിൽ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമൊക്കെ മീൻപിടുത്തത്തിന് ഉപയോഗിക്കും. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനാണ് തോമസ്. നല്ലൊരു കർഷകനും കൂടിയാണ്. എന്നാൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി ഇന്ന് വള്ളത്തിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ശാരീരിക പരിമിതികളെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും എന്തു ജോലി ചെയ്യാനും താൻ തയ്യാറാണെന്നും തോമസ് പറഞ്ഞു. എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ്. ഞാനിവിടെ തട്ടേക്കാട് അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ പോളിയോ വന്ന് എൻ്റെ കാലുകൾ രണ്ടും തളർന്നു പോയതാണ്. എൻ്റെ ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞാൻ കുറച്ച് പണമരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിലാണ് ജീവിക്കുന്നത്. എൻ്റെ വള്ളം എനിക്ക് കോട്ടയത്തുള്ള വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് സർക്കാരിനെ അല്ലെങ്കിൽ വ്യക്തികളൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അതിനകത്തൊന്നും വലിയ കാര്യമില്ല. നമ്മുടേതായ ജീവിതത്തിൽ നമ്മൾ തന്നെ ഓടിയേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഞങ്ങളിതിപ്പം നിലവിൽ രാവിലെ ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പത്തേനും കൊണ്ടൊന്ന് വലയിടും. 6:30-7 മണിയൊക്കെ ആകുമ്പത്തേനും. എന്നിട്ടൊരു രാവിലെ 6 മണി 6:30 ആകുമ്പത്തേനും പോയി നോക്കും. ഇപ്പോൾ മീൻ പിടിക്കുന്ന നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പിടിക്കുന്ന നിലവിൽ തട്ടേക്കാടാണ്. തട്ടേക്കാട് പെരിയാറിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിലവിൽ തണ്ടാടി, ഈ ഉടക്കുവല, പിന്നെ വീശുവല, ചൂണ്ടകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ചൂണ്ട പലതരത്തിലുള്ള ചൂണ്ടകൾ, മിഷീൻ ചൂണ്ട ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ മീൻ പിടിക്കാൻ. ശാരീരികമായിട്ട് വൈകല്യം ഉണ്ടായിട്ടും ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ശാരീരികമായിട്ട് വൈകല്യം ഉണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ഇന്ന പണിയുന്നില്ല. അത്യാവശ്യം ജീവിതത്തിൽ എല്ലാത്തരം പണികൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. എന്ത് പണിയും ചെയ്യാൻ നിലവിൽ തയ്യാറാണ്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിലവിൽ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ മീൻപിടുത്തമാണ്. ഇത് എനിക്ക് വള്ളം നിലവിൽ നമ്മുടെ കോട്ടയം ടോണിച്ചായൻ സ്പോൺസർ ചെയ്തതാണ്. വള്ളം വലയൊക്കെ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്. ഞാനിപ്പോൾ മീൻ പിടിച്ചു ഇങ്ങനെ ഉപജീവിക്കുന്നു. മീന് വിൽപ്പന കുഴപ്പമില്ല നിലവിൽ. നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല നിലവിൽ. ഇതിപ്പോൾ നിലവിൽ ഇപ്പം മീന് കിട്ടിയിട്ട് അടുത്ത് ഒരു മാസത്തോളം ആയിരുന്നു. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വലിയ മീൻ കിട്ടി. അത് 20 കിലോ ഉണ്ടായി ഒരു മീൻ കിട്ടിയത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടണയാണ്. എത്ര വർഷമായി മീൻപിടുത്ത രംഗത്ത് ഉണ്ടായിട്ട്? ഞാനിപ്പോ മീൻപിടുത്തത്തിലേക്ക് ഇറങ്ങിയിട്ട് സജീവമായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷം ആയുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ ചൂണ്ടയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ വള്ളം അങ്ങനെയൊക്കെ ഉള്ള സൗകര്യമൊക്കെ വന്ന പിന്നെയാണ് സജീവമായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയത്. പെരിയാറിന്റെ തീരത്ത് ആത്മവിശ്വാസത്തിന്റെ പുതിയ പാഠം എഴുതുന്ന തോമസ് മാത്യു ശാരീരിക പരിമിതികൾക്ക് ജീവിതത്തെ തടയാനാകില്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ ഉദാഹരണമാകുന്നു. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന തോമസ് മാത്യു യുവജനങ്ങൾക്ക് വലിയ മാതൃകയാണെന്ന് പൊതുപ്രവർത്തകനായ രാജു പറയുന്നു. അദ്ദേഹത്തിന്റെ അധ്വാനത്തിനോടും സ്വന്തം അംഗവൈകല്യം മറികടന്ന് ജീവിക്കാൻ പുള്ളി കാണിക്കുന്ന ആ ഒരു ഉത്സാഹം, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതിരാവിലെ ഇവിടെ തട്ടേക്കാട് പുഴയിൽ ഇട്ടിരിക്കുന്ന വല എടുത്ത് മീൻ പിടിച്ച് ആ മീനുമായിട്ട് വന്നേക്കുന്ന തോമസ് കുട്ടീനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെറുപ്പത്തിലെ അംഗവൈകല്യം വന്ന് 4 വയസ്സിൽ കാലുകളുടെ തളർന്നു പോയ സ്ഥിതിയിൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നടക്കുന്ന അദ്ദേഹം രാവിലെ 6 മണിക്ക് നമ്മുടെ ഇതുപോലെ തണുപ്പുള്ള സമയത്ത് പോലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു സാധാരണ പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. കാരണം ആ ചെറുപ്പക്കാരെ ഇവിടെയുള്ള ഈ പരിമിതമായ ഈ അംഗവൈകല്യമുള്ള അദ്ദേഹം ഇതുപോലെ അധ്വാനിക്കാൻ താല്പര്യം കാണിക്കുന്ന നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഇപ്പോൾ വെളിയിൽച്ചാലിൽ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. വീട് ഇപ്പോൾ അദ്ദേഹം വാടകയ്ക്കാണ് താമസിക്കണേ. ഇപ്പോൾ ചീക്കോട് വാട്ടർ ലെവലിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ കൃഷിയൊക്കെ ആയിട്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പരിപാടികൾ, കൃഷിക്കാരനാണ് പുള്ളി. അതുപോലെ മീൻപിടുത്തമാണ് പുള്ളിയുടെ മെയിൻ ഉപജീവന മാർഗം. ഇത് നമ്മുടെ ചെറുപ്പക്കാർ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.